എല്ലാവർക്കും നമസ്കാരം. 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന ഭിന്നശേഷിക്കാരിയായ എൻ്റെ ഏകാന്തവാസത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ അനുഭവിച്ച സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും അതിനെല്ലാം അതിജീവിച്ച വഴികളുമെല്ലാം ഈ ഒരവസരത്തിൽ ഞാൻ തുറന്നു പറയുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാകില്ല. ഭിന്നശേഷിക്കാരിയായ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങൾ, ജീവിതത്തിൽ ഞാനെടുത്ത ചില തീരുമാനങ്ങൾ, ഇതൊക്കെ എങ്ങനെയെല്ലാം എൻ്റെ ജീവിതത്തെ ബാധിച്ചു എന്ന് തുറന്നു പറയുന്നതിലൂടെ ഇത് കേൾക്കുന്ന യുവതലമുറകൾക്ക് ഗുണം ചെയ്യുമെങ്കിൽ ഗുണം ചെയ്യട്ടെ എന്നതാണ് എൻ്റെ ആഗ്രഹം. ലോകത്തിലെ ഏറ്റവും വേദനയായ ഈറ്റുനോവോടെ എനിക്കും എൻ്റെ അമ്മ ജന്മം നൽകി. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ച് പിച്ചവെച്ച് നടക്കാൻ തുടങ്ങി. 2-ാം വയസ്സിൽ എന്നിലുള്ള എൻ്റെ വീട്ടുകാരുടെ സ്വപ്നം നഷ്ടപ്പെടുത്തി പോളിയോ എന്ന രോഗം എനിക്ക് പിടിപെട്ടു. എനിക്ക് നടക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം എൻ്റെ വീട്ടുകാരെ കൂടുതൽ സങ്കടപ്പെടുത്തി. പല ചികിത്സകളും നടത്തിയിട്ടും ഫലം കണ്ടില്ല. എനിക്ക് നടക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ എൻ്റെ വീട്ടുകാരെ കൂടുതൽ സങ്കടപ്പെടുത്തി. അന്ന് തുടങ്ങി എൻ്റെ ഏകാന്തവാസം. ഒന്ന് പുറത്തു പോകുവാനോ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനോ എനിക്ക് സാധിച്ചില്ല. അങ്ങനെയിരിക്കെ ഭിന്നശേഷിക്കാരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ശാന്തിഭവൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുവാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. എൻ്റെ ഏകാന്തവാസത്തിൽ നിന്ന് ചെറിയൊരു ആശ്വാസം എനിക്ക് കിട്ടി. പഠിപ്പ് കഴിഞ്ഞ് വീണ്ടും ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. തയ്യൽ ജോലിയുമായി വീണ്ടും ഒരു മുറിക്കുള്ളിൽ കഴിച്ചുകൂട്ടി. അങ്ങനെയിരിക്കെ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അച്ഛൻ്റെ ദർശന ക്ലബിൽ ഞാൻ അംഗമാവുകയും അച്ഛൻ്റെ നേതൃത്വത്തിൽ വീൽചെയർ ബാസ്കറ്റ്ബോൾ പരിശീലനം നടത്തുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിൽ എനിക്ക് ഒന്നിനും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു വേദിയായിരുന്നു വീൽചെയർ ബാസ്കറ്റ്ബോൾ. ആ വേദിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ദൈവം അയച്ചതാണ് നമ്മുടെ സോളമൻ അച്ഛനെ. അച്ഛൻ്റെയും മറ്റുള്ളവരുടെയും പ്രോത്സാഹനം കൊണ്ടും എൻ്റെ ആത്മവിശ്വാസവും കൊണ്ടാണ് എനിക്ക് ഒരു നാഷണൽ പ്ലെയറാകാൻ സാധിച്ചത്. എന്നെപ്പോലെയുള്ള ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, ഭിന്നശേഷിക്കാരായ മക്കളെ ആരെയും കാണിക്കാതെ എവിടെയും കൊണ്ടുപോകാതെ വീടുകളിൽ 4 ചുവരുകൾക്കുള്ളിൽ അവരെ തളച്ചിടാൻ ശ്രമിച്ചാൽ ഒരു കാലത്തും അവർക്ക് ഒരു പുരോഗതിയും കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് ആദ്യം മനസ്സിലാക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾ അവരെ കൊണ്ടുപോകണം. 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഞങ്ങളെപ്പോലെയുള്ളവരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നറിയാം. എന്നാലും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ അവരെ കൊണ്ടുപോകണം. മാതാപിതാക്കളോട് ഒരു കാര്യം പറയുവാനുള്ളത്, ഭിന്നശേഷിക്കാരായ മക്കൾ പ്രായപൂർത്തിയായാൽ അവർക്ക് പറ്റാവുന്ന ഒരു കൈത്തൊഴിൽ അവരെ പരിശീലിപ്പിച്ച് അവർക്ക് സ്വന്തമായി ഒരു വരുമാനം ആക്കി കൊടുക്കണം. ഏതെങ്കിലും ഒരു തൊഴിൽ പരിശീലിപ്പിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിന് അവരുടെ ജീവിതകാലം മുഴുവൻ ആ തൊഴിലിൽ മുഴുകിക്കൊണ്ട് അവർക്കൊരു വരുമാനം നേടാൻ കഴിയും. വിജയങ്ങൾക്ക് പിന്നിലെ ആഹ്ലാദം മാത്രമല്ല, പരാജയങ്ങൾക്ക് പിന്നിലെ പ്രയാസങ്ങളും മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തണം. അപ്പോഴേ അവർ സ്വയം പര്യാപ്തരാവുകയുള്ളൂ. ഈ ഒരു അവസരത്തിൽ യുവതലമുറകളോട് എനിക്ക് പറയുവാനുള്ളത്, ഭിന്നശേഷി വിഭാഗക്കാരെ അവഗണിക്കുകയല്ല വേണ്ടത്. നിങ്ങളിൽ ഒരാളായി മറ്റുള്ളവർക്കുള്ള അതേ സ്ഥാനം തന്നെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെയും പരിഗണിക്കുക. ഞങ്ങൾക്ക് സഹതാപമല്ല വേണ്ടത്, സഹകരണമാണ് ആവശ്യം. എന്നെപ്പോലുള്ള ഭിന്നശേഷിക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കുറവുകളെ നോക്കി ദുഃഖിച്ചിരിക്കാതെ ആ കുറവുകളെ എങ്ങനെ നിറവുകളാക്കി മാറ്റാം എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു പക്ഷി മരക്കൊമ്പിലിരിക്കുന്നത് ആ കൊമ്പ് ഒടിയുകയില്ലെന്ന വിശ്വാസത്തിലല്ല,
മറിച്ച് തൻ്റെ ചിറകുകളിലുള്ള വിശ്വാസം കൊണ്ടാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമായി കൊള്ളണമെന്നില്ല. പക്ഷേ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവന് വീഴ്ചകളില്ല. ഉയരങ്ങളിലേക്ക് പറക്കാൻ മാത്രമേ കഴിയൂ. മറ്റൊരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. എനിക്ക് അറിയില്ല, എനിക്ക് സാധിക്കില്ല എന്ന് നാം കരുതുന്ന പലതും നമ്മുടെ ഒരു ശ്രമത്തിനപ്പുറം സാധ്യമാണ്. ചിലതൊക്കെ പഠിക്കാനും അറിയാനും നാം തയ്യാറാകുന്നിടത്ത് ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുന്നു. ആ വെളിച്ചം വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കട്ടെ. ജീവിതം ആവർത്തിക്കപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് സമ്പൂർണമായിട്ട് ഓരോ നിമിഷവും ആസ്വദിക്കുക. കഴിവതും വേഗതയോടെ ഓരോ നിമിഷവും പോസിറ്റീവായിട്ട് ഇരിക്കുക. നിരാശരാകാതെ ഓരോ നിമിഷവും എന്തെങ്കിലും ജോലികളിൽ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിനെ ഒറ്റയ്ക്ക് വിടരുത്. നമ്മുടെ മരണശേഷം എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അന്ധകാരത്തിലെ അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ വെളിച്ചത്തിലെ സദൃശ്യമായ യാഥാർത്ഥ്യത്തെ ആസ്വദിക്കുക. നമുക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും. ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.